നമ്മൾ എല്ലാവരുടെ ലൈഫിലും നമ്മുടെ സേവിങ്സിലോ നമ്മുടെ അച്ഛനമ്മയുടെ സേവിങ്സിലോ 1 ഗ്രാം സ്വർണ്ണമെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ ബാങ്കിൽ സ്വർണം പണയത്തിലെങ്കിലും വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഏതൊരു ഫംഗ്ഷൻ എടുത്താലും അത് പിറന്നാളായാലും കല്യാണമായാലും കാതുകുത്തായാലും നമ്മൾ എത്ര വാല്യൂ ഉള്ള ആളാണെന്ന് കാണിക്കാനും നമ്മളുടെ സാമ്പത്തിക സ്ഥിതി എത്രയുണ്ടെന്ന് കാണിക്കാനും ഒരു ഷോ ഓഫിന് വേണ്ടിയും ഉപയോഗിക്കുന്ന ഒരു കോമൺ സാധനമാണ് സ്വർണം. പണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്ത് പെണ്ണിനു വേണ്ടി നടന്ന യുദ്ധത്തെക്കാൾ കൂടുതൽ പൊന്നിനു വേണ്ടി നടന്ന യുദ്ധമാണ് കൂടുതൽ. ആ യുദ്ധത്തിൽ വീണുപോയ രാജ്യങ്ങളുമുണ്ട്, വാഴ്ന്നു വന്ന രാജ്യങ്ങളുമുണ്ട്. നമ്മൾ വായിച്ചിരുന്ന കവിതകളും കഥകളും പാട്ടുകളിലും എന്തിന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെ വർണ്ണിക്കണമെങ്കിലും സ്വർണത്തെ കൂട്ടുപിടിച്ചാണ് വർണ്ണിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കിട്ടുന്ന കൂലി എന്നത് ഇന്ന് കാണുന്ന രീതിയിലുള്ള കാശിന്റെ രൂപത്തിലുള്ള കൂലിയല്ല. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഉപ്പാണ് അന്നത്തെ കൂലി. കാരണം ഉപ്പ് എന്നൊരു പ്രൊഡക്റ്റ് അന്ന് വളരെയധികം എക്സ്പെൻസീവായ ഒരു വസ്തുവായിരുന്നു. അത് തന്നെയായിരുന്നു അന്നത്തെ ആൾക്കാരുടെ കറൻസിയും. അങ്ങനെ ഒന്ന് കഥ മാറ്റിപ്പിടിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടുന്ന കൂലി എന്നത് ഒരു ചാക്ക് നെല്ലായിരുന്നു. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ ഒരു കാലഘട്ടത്തെ സാഹചര്യത്തിനനുസരിച്ചും ആ കാലഘട്ടത്തെ സമയത്തിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ 3000-4000 വർഷമായി ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ ഒരു തരത്തിലും കുറയാത്തതായ ഒരേ ഒരു സാധനമാണ് സ്വർണം. പണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്ത് രാജാവിനെ പുകഴ്ത്തിപ്പാടിയാൽ കിട്ടുന്ന സമ്മാനം എന്നത് സ്വർണ്ണ കോയിനുകളായിരുന്നു. ആ കാലഘട്ടം അങ്ങനെയൊന്ന് മാറ്റിപ്പിടിച്ച് നമ്മുടെ കാലഘട്ടത്തിലേക്ക് വന്നാൽ ഒളിമ്പിക്സിൽ ഫസ്റ്റ് വന്നാലും കൊടുക്കുന്നത് ഗോൾഡ് മെഡൽ തന്നെയാണ്. എന്തിന്? നമ്മൾ വഴിയിൽ നടന്നു പോകുമ്പോൾ ഒരു ചെയിനോ ഒരു റിങ്ങോ ഒരു ബ്രേസ്ലെറ്റോ കിട്ടിയാൽ അത് സ്വർണ്ണമായിരിക്കണേ എന്നായിരിക്കും ആദ്യം പ്രാർത്ഥിക്കുന്നത്. പൊതുവഴിയിൽ നിന്ന് കിട്ടുന്ന സ്വർണം നമ്മുടെയല്ല, അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് തന്നെ തിരിച്ചു പോവാം. ഗോൾഡ് കണ്ടുപിടിച്ച് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് മനുഷ്യന്മാർ മാറിയാലും മനുഷ്യന്മാരുടെ ജീവിത സാഹചര്യം മാറിയാലും ഒരു തരത്തിലും മാറാത്തതും അതിന്റെ വാല്യൂ കുറയാത്തതുമായ ഒരേ ഒരു സാധനമാണ് സ്വർണം. സ്വർണത്തെ ഒഴിച്ച് ബാക്കി എല്ലാ ലോഹങ്ങളും ഭൂമിയിൽ തന്നെ ഉണ്ടായവയാണ്. എന്നാൽ സ്വർണം മാത്രം ഭൂമിയിലുണ്ടായ ഒരു ലോഹമല്ല. അപ്പോൾ സ്വർണം എവിടെ നിന്നുണ്ടായെന്ന് ചോദിച്ചാൽ റിസർച്ച് പറയുന്നത് 2 നക്ഷത്രങ്ങൾ സ്പേസിൽ ഇടിച്ച് തകർന്ന് അതിന്റെ അവശിഷ്ടങ്ങളായിരിക്കാം ഭൂമിയിൽ വന്ന് വീണ് സ്വർണമായി മാറിയതെന്ന് പറയുന്നു. ഈ സ്വർണത്തെ 3000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഈജിപ്തുകാർ വിചാരിച്ചിരുന്നത് ഇത് ദൈവത്തിന്റെ ചിറകിലെ തൂവലുകളാണെന്നാണ്. പണ്ടുള്ള ഈജിപ്തിലെ രാജകുടുംബത്തിലെ ആൾക്കാർ രാജാവായുധം ആദ്യം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയല്ല, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവം അടക്കം ചെയ്യാൻ വേണ്ടി ഒരു വലിയ പിരമിഡ് കെട്ടണം എന്നാണ്. വെറും പിരമിഡ് കെട്ടൽ മാത്രമല്ല, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി മമ്മിഫൈ ചെയ്ത് അതിൽ മുഴുവനും സ്വർണം കോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറയും. പിന്നെ അവരെ അടക്കം ചെയ്തു കഴിഞ്ഞാൽ അവർ ഇത്രയും കാലം സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം അവരുടെ ശവകുടീരത്തിൽ വെച്ച് അടച്ചു വെക്കാൻ വേണ്ടി പറയും. ഇങ്ങനെ എല്ലാ സ്വത്തുക്കളും അവരുടെ ശവകുടീരത്തിൽ ഇട്ടുവെക്കാൻ പറയുന്നതിന്റെ ഒരു മെയിൻ കാരണം ആ രാജാവ് മരിച്ചു കഴിഞ്ഞ് മറുജന്മം എടുത്ത് തിരിച്ചു വരുമ്പോൾ അവർക്ക് ജീവിക്കാനും ഉപയോഗിക്കാനും ആ സ്വർണം സ്വത്തുക്കളും ആവശ്യം വരും എന്നതുകൊണ്ടാണ്. ഈജിപ്തിൽ കിങ് കമും എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ ബോഡി മമ്മിഫൈ ചെയ്തിരിക്കുന്നത് 3 ലെയർ ഗോൾഡ് കോട്ടിംഗ് വെച്ചിട്ടാണ്. ഇന്നത്തെ ഗോൾഡിന്റെ വിലയനുസരിച്ച് ആ ഒരൊറ്റ ഗോൾഡ് ലെയറിന്റെ വില നോക്കിയാൽ ഏകദേശം $1.5 മില്യൺ വില മതിക്കും. ഈ ലോകത്ത് അളവിൽ കുറച്ച് കിട്ടുന്ന സാധനങ്ങൾക്കും വളരെ കഷ്ടപ്പെട്ട് കിട്ടുന്ന സാധനങ്ങൾക്കും ഡിമാൻഡും വാല്യൂവും കൂടുതലായിരിക്കും. എന്നാൽ ഗോൾഡ് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ എത്ര കഷ്ടമാണോ അത്ര തന്നെ കഷ്ടമാണ് സിൽവറും പ്ലാറ്റിനവും ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ. എന്നാൽ ഗോൾഡിന്റെ അത്ര വാല്യൂ ഈ ലോഹങ്ങൾക്കില്ലാത്തതിന്റെ കാരണമെന്നാണ് വെച്ചാൽ സിൽവർ കുറെ കാലം കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് കളറോ, അതേപോലെ പ്ലാറ്റിനം കുറെ കാലം കഴിഞ്ഞാൽ അത് അതിന്റെ സ്വഭാവം മാറ്റും. എന്നാൽ സ്വർണം ഇന്ന് എങ്ങനെയാണോ നമുക്ക് ഭൂമിയിൽ നിന്നും കിട്ടുന്നത് അതേപോലെ തന്നെ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു ഡാമേജും വരാതെ അങ്ങനെ തന്നെ കിടക്കും. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 3000-4000 വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് കോയിനും അവരുടെ ഗോൾഡ് ഓർണമെന്റ്സും ഇപ്പോൾ നമുക്ക് ഒരു കേടുപാടും കൂടാതെ കിട്ടുന്നില്ലേ? അപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ഇപ്പോൾ കാണുന്ന ഗോൾഡ് അതേപോലെ തന്നെ ഒരു കേടുപാടും കൂടാതെ ഉണ്ടാവും. എന്തിന്? നിങ്ങൾക്കൊരു സീക്രട്ട് മെസ്സേജ് 10,000 വർഷം കഴിഞ്ഞിട്ടോ 20,000 വർഷം കഴിഞ്ഞിട്ടോ വരുന്ന ഒരു ഫ്യൂച്ചർ ജനറേഷന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെസ്സേജ് ഒരു സ്വർണ്ണ തട്ടിൽ എഴുതി വെച്ചാൽ മാത്രം മതി. അത് എത്ര വർഷം കഴിഞ്ഞാലും അതിനൊരു ഡാമേജും കൂടാതെ അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഗോൾഡിന് ഡിമാൻഡും വിലയും കൂടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഗോൾഡിന്റെ അവൈലബിലിറ്റി കിട്ടുന്നതിന്റെ അളവ് വളരെ കുറവാണ്. ലോകത്ത് സ്വർണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണെങ്കിലും ആ സ്വർണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഇന്ത്യൻ ജനതയാണ്. ഈ സ്വർണം ആഭരണങ്ങളുടെ രൂപത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ഇന്ത്യയിൽ തന്നെയാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം 23,500 ടൺ ഗോൾഡ് ഇന്ത്യൻ വീടുകളിൽ മാത്രമുണ്ട്.
അതിലെ 4000 ടൺ ഗോൾഡും ഇന്ത്യൻ അമ്പലങ്ങളിലുമുണ്ട്. നമ്മുടെ കണ്ണിൽ കാണുന്ന എല്ലാ വസ്തുക്കളും, അത് പെൻസിലായാലും പേനയായാലും ഈ മൈക്കായാലും നിങ്ങൾ കാണുന്ന ഈ ഫോണായാലും ഈ രൂപത്തിലാവാൻ വേണ്ടി കുറേ ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട്. എന്നാൽ ഗോൾഡിന് വേണ്ടി ആഫ്രിക്കയിലെ ആൾക്കാരെ അടിമപ്പണി എടുപ്പിച്ചിട്ടാണ് ഇപ്പോഴും ഗോൾഡ് നമ്മുടെ കയ്യിലെത്തിച്ചേരുന്നത്. ആഫ്രിക്കയിലെ ഗോൾഡൻ വാലി എന്നൊരു സ്ഥലമുണ്ട്. വളരെയധികം ഗോൾഡ് കിട്ടുന്നൊരു സ്ഥലമാണ്. ആ ഗോൾഡൻ വാലി എന്നൊരു സ്ഥലത്ത് പണിയെടുക്കുന്നത് മുഴുവനും ആഫ്രിക്കക്കാരാണ്. ആ പണിയെടുക്കുന്നതിലും 7ഉം 8ഉം വയസ്സുള്ള കുട്ടികൾ വരെയുണ്ട്. അതായത് ചൈൽഡ് ലേബേഴ്സ്. ഭൂമിയിൽ നിന്നും വെറും 1 ഗ്രാം ഗോൾഡ് കിട്ടാൻ വേണ്ടി ഏകദേശം 15 മുതൽ 20 ടൺ പാറകളും മണ്ണും ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കാറുണ്ട്. എന്നിട്ട് ആ പാറകളിൽ നിന്നും മണ്ണിൽ നിന്നും ഗോൾഡിനെ തിരിച്ചെടുക്കാൻ വേണ്ടി അതിൽ സയനൈഡ്, മെർക്കുറി പോലുള്ള വലിയ കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ സയനൈഡ്, മെർക്കുറി പോലുള്ള വലിയ കെമിക്കൽസിൽ പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ കുറേ വർഷങ്ങൾക്ക് ശേഷം മരിച്ചു പോവുകയും അല്ലെങ്കിൽ മാറാത്ത വലിയ രോഗങ്ങൾ വരികയും ചെയ്യും. ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഗ്രാം സ്വർണത്തിൻ്റെ പിന്നിലും കുറേ ആൾക്കാരുടെ കണ്ണീരും ജീവിതവുമുണ്ട്. അപ്പോൾ സ്വർണത്തെ പറ്റിയുള്ള വീഡിയോ ഇവിടെ കഴിയുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.